ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദ ഹണി മാംഗോ ട്രീ എന്ന 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒരു ചാപ്റ്ററാണ്. ദ ഹണി മാംഗോ ട്രീ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് ചാപ്റ്റർ നോക്കാം. ദെയർ ആർ പീപ്പിൾ അറൗണ്ട് us who love nature and take care of it. നമ്മുടെ ചുറ്റും ചില മനുഷ്യരുണ്ട്, അവർക്ക് പ്രകൃതിയെ വളരെ ഇഷ്ടമാണ്, പ്രകൃതിയെ പരിപാലിക്കാനും അവർക്ക് ഇഷ്ടമാണ്. ഇഫ് വി ടേക്ക് കെയർ ഓഫ് നേച്ചർ, വാട്ട് വിൽ ഇറ്റ് ഗീവ് us in return? നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതി നമുക്ക് എന്താണ് തിരിച്ചു തരിക? അതിനെപ്പറ്റിയാണ് ഈ സ്റ്റോറി. ഹണി മാംഗോ ട്രീ. ഹണി എന്നാൽ എന്താണ്? തേൻ. മാംഗോ എന്താണ്? മാങ്ങ. ട്രീ മരം. ദ ഹണി മാംഗോ ട്രീ. യു നോ ദിസ് ട്രീ ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. നിങ്ങൾക്കറിയാമോ, ഈ മരത്തിന് എൻ്റെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് റഷീദ് പറയുകയാണ്. ആരോടാണ് പറഞ്ഞത്? ഇത് എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിനോടാണ് പറഞ്ഞത്. ഈ ചാപ്റ്റർ എഴുതിയ ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യമാണ്. ആരാണ് പറഞ്ഞത്? റഷീദാണ് പറഞ്ഞത്. ഈ മരത്തിന് എൻ്റെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമുണ്ട്. റഷീദ് അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ റഷീദിൻ്റെ ഒരു മകൻ വരികയാണ്. അതൊരു യങ് ബോയ് ആണ്. യങ് എന്താണ്? ഒരു യുവാവായ ഒരു ബോയ് വരികയാണ്. 16 വയസ്സ് മാത്രമാണ് അവന് പ്രായമുള്ളത്. അവൻ എന്തുകൊണ്ടാണ് വന്നത്? ഒരു പ്ലേറ്റിൽ കുറച്ച് മാങ്ങകളുമായി വരികയാണ്. ഡിഡ് യു ലൈക്ക് ദ മാംഗോ? റഷീദ് എൻക്വയർഡ് ആഫ്റ്റർ ഐ ഹാഡ് മെയ്ഡ് എ ക്വിക്ക് ഫീസ്റ്റ് ഓഫ് ഇറ്റ്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ അതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ച ശേഷം റഷീദ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടമായോ? അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ത് പറഞ്ഞു? എനിക്കിഷ്ടമായി. ലൈക്ക് ഇറ്റ്. ഇതൊരു തേൻ പോലെ മധുരമുള്ളതാണ്. നിങ്ങളിത് നട്ടതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? നോട്ട് എക്സാക്ട്ലി. ദിസ് മാംഗോ ട്രീ ഹാസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ദിസ് ഈസ് വൈ ഐ സെഡ് ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. അല്ല, ഞാനല്ല ഇത് നട്ടത്. എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം ഇതിനുള്ളതിന് കാരണവും ഇത് തന്നെയാണ്. ഈ മാങ്ങകൾക്ക് എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ളതിന് കാരണം ഇതിന് പിന്നിലെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് എന്ന് പറയുകയാണ്. റഷീദ് സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ സ്റ്റോറി. റഷീദ് ആ കഥ പറയാനായി തുടങ്ങി. ഇറ്റ് ഹാപ്പൻഡ് ലോങ് എഗോ. ഐ വാസ് എ യങ് ബാച്ചുലർ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ഇത് നടന്നത്. ഞാനപ്പോൾ ഒരു യങ് ബാച്ചുലർ ആയിരുന്നു. യങ് എന്താണ്? ഒരു യുവാവായ. ബാച്ചുലർ ആരാണ്? വിവാഹം കഴിക്കാത്ത ആളുകളെയാണ് ബാച്ചുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു യങ് ബാച്ചുലർ ആയിരുന്നു. ഐ ഹാഡ് ഗോൺ ടു വിസിറ്റ് മൈ യങ് ബ്രദർ ഹു വാസ് എ പോലീസ് ഇൻസ്പെക്ടർ. ഞാൻ എൻ്റെ അനുജനെ കാണാനായി പോവുകയായിരുന്നു. അനുജൻ ആരാണ്? ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണ് എന്ന് റഷീദ് പറയുകയാണ്. ഹി വർക്ക്ഡ് ഇൻ എ സ്മോൾ ടൗൺ about 75 miles away from here. ഇവിടെ നിന്ന് ഒരു 75 മൈൽ അകലെയാണ് അവൻ പണിയെടുത്തിരുന്നത്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. അത് വളരെയധികം ചൂടുള്ള ഒരു ദിവസമായിരുന്നു. ഐ സെറ്റ് ഔട്ട് ഓൺ എ സ്ട്രോൾ ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ഞാനൊന്ന് നടക്കാൻ ഇറങ്ങി. ഐ ഹാഡ് നോട്ട് ഗോൺ ഫാർ വെൻ ഐ സോ ആൻ ഓൾഡ് മാൻ ലൈങ് അണ്ടർ എ ട്രീ. അപ്പോൾ ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചില്ല. അപ്പോൾ തന്നെ ഒരു വയസ്സായ മനുഷ്യൻ ഒരു മരത്തിൻ്റെ അടിയിൽ കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടു. ഹിസ് ബിയർഡ് വാസ് ലോങ് ആൻഡ് ഹിസ് ഹെയർ ഓവർഗ്രോൺ. അദ്ദേഹത്തിൻ്റെ താടിയെല്ലാം നീളമുള്ളതായിരുന്നു, മുടിയെല്ലാം ഒരുപാട് വളർന്നിരുന്നു. ഹി ലുക്ക്ഡ് എബൌട്ട് 80. ഏകദേശം 80 വയസ്സ് പ്രായം തോന്നിച്ചിരുന്നു. As I approached, I heard him groaning in pain. He looked badly ill. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട്, ആ വയസ്സായ മനുഷ്യൻ്റെ അടുത്തേക്ക് റഷീദ് പോയ സമയത്ത് അദ്ദേഹം വേദന കൊണ്ട് കരയുന്നതായിട്ട് റഷീദ് കണ്ടു. അദ്ദേഹത്തിന് ഒരുപാട് വയ്യായ്മയുള്ളതായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. Give me some water, son, he said in a hoarse whisper as he saw me. റഷീദിനെ കണ്ടപ്പോൾ ആ വയസ്സായ മനുഷ്യൻ എന്ത് പറഞ്ഞു? എനിക്ക് കുറച്ച് വെള്ളം തരൂ മകനെ. I saw a pretty young woman sitting at the sit-out of a house across the road reading a paper. അപ്പോൾ അദ്ദേഹം ചുറ്റും നോക്കി. ആരാണ്? റഷീദ് ചുറ്റും നോക്കിയപ്പോൾ ഒരു യുവതി വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഇരുന്നു കൊണ്ട് പേപ്പർ വായിക്കുന്നത് കണ്ടു. ഐ ആസ്ക്ഡ് ഹർ ഫോർ സം വാട്ടർ. ആ പെൺകുട്ടിയോട് പോയി കുറച്ച് വെള്ളം ചോദിച്ചു റഷീദ്. ഷീ വാസ് പസൽഡ് ആസ് ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് എവേ വിത്ത് ദ പിക്ചർ ഓഫ് വാട്ടർ. ഐ ടോൾഡ് ഹർ അബൌട്ട് ദ ഓൾഡ് മാൻ. ഷീ ഗോട്ട് അപ്പ് ആൻഡ് കെയിം വിത്ത് മീ. അപ്പോൾ വെള്ളം ചോദിച്ച ശേഷം വെള്ളം ആ സ്ത്രീ കൊടുത്തു. അപ്പോൾ ആ വെള്ളം കൊടുത്ത പാത്രവുമായിട്ട് ഇദ്ദേഹം നടന്നു പോകുന്നത് കണ്ട് ആ സ്ത്രീ കുറച്ചൊന്ന് ആശ്ചര്യപ്പെട്ടു. കാരണം അദ്ദേഹത്തിന് കുടിക്കാൻ എന്നാണ് ആ സ്ത്രീ കരുതിയത്. പക്ഷേ ആ ഓൾഡ് മാൻ ആയിട്ടാണ് വെള്ളം കൊണ്ടുപോകുന്നത് എന്ന് റഷീദ് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ കൂടി അദ്ദേഹത്തിനോടൊപ്പം ആ ഓൾഡ് മാനെ കാണാനായിട്ട് പോയി. When I gave the pitcher of water to the old man, he did something amazing. അപ്പോൾ ആ വെള്ളമുള്ള പാത്രം ആ വയസ്സായ മനുഷ്യന് കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു അമേസിംഗ് ആയൊരു കാര്യം ചെയ്തു. എന്താണ് ചെയ്തത്? He got up with great difficulty. ഒരുപാട് ബുദ്ധിമുട്ടോടെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ആ വയസ്സായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. Instead of drinking the water, വെള്ളം കുടിക്കുന്നതിന് പകരം he walked up to a withered sapling of mango tree. അപ്പോൾ അദ്ദേഹം ഒരു തൈമാവിൻ്റെ അടുത്തേക്ക് പോയി.
had sprouted from the seed which had been thrown away by a wayfarer. അപ്പോൾ വഴിയാത്രക്കാരോ വലിച്ചെറിഞ്ഞ ഒരു സീഡിൽ നിന്ന് മുളച്ചു വന്ന ഒരു ചെറിയ തൈ അവിടെ നിൽപ്പുണ്ടായിരുന്നു. The old man poured half the water on it. He went back to the tree under which he had been resting. He sat down, drank the water and prayed silently. അപ്പോൾ ഓൾഡ് മാൻ എന്ത് ചെയ്തു? പകുതി വെള്ളവും കൊണ്ടു ചെന്ന് ഒഴിച്ചത് ആരുടെ മൂട്ടിലാണ്? ആ തൈയുടെ മൂട്ടിലാണ്. He went back to the tree under which he had been resting. എന്നിട്ട് അദ്ദേഹം എവിടെയാണോ റെസ്റ്റ് ചെയ്തത് ആ മരത്തിൻ്റെ താഴെയിലേക്ക് വീണ്ടും പോയി. He sat down, drank the water and prayed silently. വെള്ളം കുടിച്ചു. അവിടെ ഇരുന്ന് അദ്ദേഹം വെള്ളം കുടിച്ച ശേഷം കുറച്ചൊന്ന് പ്രാർത്ഥിച്ചു. I am Yusuf Siddiq, a fakir. The old man started to speak. I have no kith or no kin. I have spent most of my time traveling from place to place. I am Rashid. I introduced myself. I am a school teacher. I am Asma. The young woman said, I am a school teacher too. അപ്പോൾ അവരെല്ലാവരും പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ഓൾഡ് മാൻ എന്ത് പറഞ്ഞു? എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ് എന്നാണ്. ഞാനൊരു ഫക്കീറാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ലാതെ, എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഞാനിങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളെല്ലാം അവസാനിപ്പിച്ച് തൻ്റേതായ ഒരു സ്ഥലത്തേക്ക് തൻ്റേതായ ഒരു യാത്ര ജീവിക്കുന്നവരാണ് ഫക്കീറുകൾ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ റഷീദ് എന്ത് പറഞ്ഞു? എൻ്റെ പേര് റഷീദാണ്, ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ആ യുവതി എന്ത് പറഞ്ഞു? എൻ്റെ പേര് അസ്മ, ഞാനും ഒരു സ്കൂൾ ടീച്ചറാണ്. ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ആ ഓൾഡ് മാൻ പറഞ്ഞു. ഓൾഡ് മാൻ ലേ ഡൗൺ അഗെയിൻ, ഹി വാസ് ഡൈയിങ്. എന്നിട്ട് ഓൾഡ് മാൻ എന്ത് ചെയ്തു? ആ വയസ്സായ മനുഷ്യൻ വീണ്ടും അവിടെ കിടന്നു. അദ്ദേഹം മരിക്കുകയായിരുന്നു. ഹി ബ്രെത്ത് ഹിസ് ലാസ്റ്റ് as we watched. ഇവർ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം അവസാന ശ്വാസവും എടുത്തു. ഐ വെൻറ്റ് ഹോം ടു ഗെറ്റ് മൈ ബ്രദർ. അപ്പോൾ റഷീദ് വീട്ടിലേക്ക് പോയി തൻ്റെ സഹോദരനായ പോലീസ് ഇൻസ്പെക്ടറെ കൂട്ടി വന്നു. വി ബറീഡ് ഹിം ഇൻ ദ ലോക്കൽ ഗ്രേവ് യാർഡ്. അദ്ദേഹത്തെ അവിടെ അടക്കുകയും ചെയ്തു അവർ. I had found a sum of 6 rupees in his pocket. Asma and I put in 5 rupees each. I bought sweets for the amount and Asma distributed them to children at her school. ആ വയസ്സായ മനുഷ്യൻ്റെ പോക്കറ്റിൽ നിന്നും 6 രൂപ ഇവർക്ക് ലഭിച്ചു. അസ്മയും 5 രൂപ ഇട്ടു. ഇദ്ദേഹവും 5 രൂപ അതിലേക്ക് ചേർത്ത് മൊത്തം 6ഉം ഇവരുടെ 10 രൂപയുമായി 16 രൂപ ചേർത്ത് ഇവർ കുട്ടികൾക്ക് മിഠായി വാങ്ങിച്ച് അസ്മയുടെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ള കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തു. അസ്മ വാട്ടർഡ് ദ സാപ്ലിംഗ് എവറി. അസ്മ എല്ലാ ദിവസവും ആ തൈക്ക് വെള്ളമൊഴിക്കുകയും ചെയ്തു. soon sprouted fresh leaves. അതിന് പുതിയ ഇലകൾ വരാൻ തുടങ്ങി. A little later, Asma and I were married. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴോ അസ്മയും റഷീദും വിവാഹം കഴിച്ചു. When I built this house, എന്നിട്ട് അദ്ദേഹം ഈ വീട് വെച്ചപ്പോഴോ I carefully uprooted the sapling and brought it home. അവിടെ നിന്ന് ആ തയ്യെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു. അസ്മ ആൻഡ് ഐ പ്ലാന്റഡ് ഇറ്റ് ഹിയർ. ഇവിടെ അസ്മയും അദ്ദേഹവും ചേർത്ത് അതിനെ നട്ടു. വി വാട്ടർഡ് ഇറ്റ് റെഗുലർലി ആൻഡ് മാനോഡ് ഇറ്റ് വിത്ത് ആഷ് ആൻഡ് ഡങ്. അതിന് എല്ലാ ദിവസവും വെള്ളം കൊടുക്കുകയും വളം കൊടുക്കുകയും ചെയ്തു. വി ആഡഡ് സം ഹ്യൂമസ് ആൻഡ് ബോൺ മീൽ ലേറ്റർ. ഇൻ നോ ടൈം ഇറ്റ് റോസ് ടു ദ സ്കൈ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കനോപ്പി ആൻഡ് ഹിയർ യു ആർ. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് വളർന്ന് പന്തലിക്കാനായി തുടങ്ങി. അത് ആകാശം വരെ മുട്ടുന്ന ഒരു വലിയ മരമായി മാറി. റഷീദ് സ്മൈൽ പ്ലെസൻ്റ്ലി ആൻഡ് പുട്ട് ഹിസ് ആം അറൗണ്ട് ദ ട്രീ. റഷീദ് ഇതെല്ലാം പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് തൻ്റെ കൈയെടുത്ത് ആ മരത്തിന് ചുറ്റും പിടിച്ചു. ആസ് ഐ ടേൺ ടു ഗോ ഹോം, റഷീദ് സൺ കോൾഡ് മീ ഫ്രം ബിഹൈൻഡ്. വീട്ടിലേക്ക് പോകാനായി വൈക്കം മുഹമ്മദ് ബഷീർ തിരിഞ്ഞപ്പോഴോ റഷീദിൻ്റെ മകൻ വിളിച്ചു. ഹി ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ് സം മാംഗോസ് റാപ്ഡ് ഇൻ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പറിൽ കുറച്ച് മാങ്ങകൾ ആർക്ക് നൽകി? വൈക്കം മുഹമ്മദ് ബഷീറിന് റഷീദിൻ്റെ മകൻ നൽകി. മദർ ആസ്ക് മീ ടു ഗിവ് യു ദീസ്. ഉമ്മ പറഞ്ഞു ഇത് നിങ്ങൾക്ക് തരാനായി. ആരാണ് കൊടുത്തത്? റഷീദിൻ്റെ ഭാര്യയായ അസ്മയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് കുറച്ച് മാങ്ങകൾ നൽകാനായി മകനെ ഏൽപ്പിച്ചത്. ഐ സ്മൈൽഡ്. താങ്ക് യു സൺ. ബഷീർ ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. വി ലീവ് നെക്സ്റ്റ് ഡോർ ടു ഈച്ച് അതർ ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ യുവർ നെയിം. അപ്പോൾ എന്ത് പറഞ്ഞു? റഷീദിൻ്റെ മകനോടായി വൈക്കം മുഹമ്മദ് ബഷീർ പറയുകയാണ്, നമ്മൾ അടുത്താണ് താമസിക്കുന്നത്, എന്നാലും എനിക്ക് തൻ്റെ പേരറിയില്ല എന്ന് ആ ചെറിയ യുവാവിനോട് പറഞ്ഞു. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ യുവർ നെയിം. നിൻ്റെ പേരെനിക്കറിയില്ല. യൂസഫ് സിദ്ദീഖ്. അപ്പോൾ അവൻ എന്ത് മറുപടി നൽകി? എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ്. യൂസഫ് സിദ്ദീഖ് എന്ന് കേട്ടതും ബഷീർ ഒന്ന് ഞെട്ടി. കാരണം റഷീദും തൻ്റെ ഭാര്യയെയും നോക്കിയ ആ വയസ്സായ മനുഷ്യൻ്റെ പേരും യൂസഫ് സിദ്ദീഖ് എന്നായിരുന്നു. അപ്പോൾ ആ ചെറിയ ബാലൻ എന്ത് പറഞ്ഞു? യെസ് അങ്കിൾ, യൂസഫ് സിദ്ദീഖ്. അതേ അങ്കിൾ, എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ് എന്നാണ് എന്ന് പറഞ്ഞു. ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ നമ്മളും പ്രകൃതിയെ സംരക്ഷിച്ചാൽ
പ്രകൃതി നമുക്ക് അതിനുള്ള ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളും ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതിനെ വളർത്തുക, അതിനെ നോക്കുക. നമുക്ക് അടുത്ത ചാപ്റ്റർ കാണാം. ബൈ.